കേരളത്തിലെ ദേശീയപാത വികസനത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് കേന്ദ്രം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിലാണ് നഷ്ടപരിഹാര തുക അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സഹായം ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചത്. കേന്ദ്ര സഹായം ലഭ്യമായതോടെ ദേശീയപാത വികസനത്തിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടി വേഗത്തിലായി. ദേശീയപാത വികസനത്തിന് തടസ്സമായി സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഉന്നയിച്ചു. കേരളത്തിലെ ദേശീയപാത വികസനത്തിന് കേന്ദ്രം എല്ലാ സഹായവും നൽകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഗഡ്കരി ഉറപ്പു നൽകി. ഭൂമി ഏറ്റെടുക്കലിനായുള്ള നഷ്ടപരിഹാര തുക എത്രയാണെങ്കിലും അത് കേന്ദ്രം നൽകും. If they can make the process of land acquisition fast, from my ministry, from NHI, we will take over many projects. The money is not the problem with us. സംസ്ഥാനത്ത് കൂടി കടന്നു പോകുന്ന ദേശീയപാതകളുടെ അറ്റകുറ്റപ്പണിക്ക് 120 കോടി രൂപ നൽകും. ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പകുതി തുക കേന്ദ്രം വഹിക്കും. ആരാധനാലയങ്ങളുള്ള മേഖലകളിൽ ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെങ്കിൽ അതുമാവാം. That there is a committee under the chief secretary, the municipal commissioners, and if they want to change the alignment, no problem. കേന്ദ്രം എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കിയേക്കും. റിപ്പോർട്ടർ, കൊച്ചി.